ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ മാസ്ട്രോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച് എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തൊരു കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഈ ബെൽറ്റ് കംപ്ലയിൻ്റ് ആണ് കേട്ടോ. ബെൽറ്റ് നമുക്ക് മാറ്റണം. ബെൽറ്റ് അത്യാവശ്യം നല്ല ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വന്നിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ഉണ്ടോ ആണോ? ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ബെൽറ്റ് നമുക്ക് ഇനി പകുതികാലം ഓടില്ല. ബെൽറ്റ് എന്തായാലും മാറ്റണം. അപ്പോൾ ബെൽറ്റ് മാറ്റണം. അതുപോലെ ഇത് ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. വേരിയേറ്റർ ബോഡി ആയാലും റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. അതുപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എയർ ഫിൽറ്ററും നല്ല ഫിൽറ്ററാണ്. അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അതുപോലെ ചോക്കിൻ്റെ കേബിളായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതൊക്കെ വർക്ക് ചെയ്ത് കറക്റ്റാണ്. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സ്പീഡാമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ സ്പീഡാമീറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ സ്പീഡാമീറ്ററിൻ്റെ കേബിളൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ഫ്യൂൽ മീറ്റർ വർക്കിംഗ് അല്ല പറഞ്ഞായിരുന്നു. ഫ്യൂൽ മീറ്റർ അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആണത്. അപ്പോൾ അത് മീറ്റർ ഫുൾ സെറ്റ് മാറിക്കഴിഞ്ഞാലാണ് ആ ഫ്യൂൽ മീറ്റർ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ആ ഷോക്കപ്പിൻ്റെ ബുഷൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അതേപോലെ ഫ്രണ്ടിലെ ബ്രേക്സും നമുക്കത് മാറ്റാറായിട്ടുണ്ട്. ഫ്രണ്ടിലെ ബ്രേക്സും മാറ്റണം. നമുക്ക് ബാക്കിലെ ബ്രേക്സും മാറ്റണം. ബാക്കിലെ ബ്രേക്സ് ഞാനിപ്പോൾ ബാക്ക് കാണിച്ചു തരാം. ബാക്ക് വീൽ അയച്ചിട്ടില്ല, ഫ്രണ്ട് വീൽ അയച്ചതുകൊണ്ട്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്സ് നമുക്ക് മാറ്റിയിട്ട് വേണം റീസെറ്റ് ആക്കാൻ. അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്. എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.92 ആ മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി നല്ല ബാറ്ററിയാണ്. പിന്നെ നമ്മളതിൻ്റെ പ്ലഗിൻ്റെ കേസ്, പ്ലഗ് നമ്മൾ അഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്ലഗ് ഇരിക്കുന്ന ലൊക്കേഷനാണ് ഈ ഭാഗത്താണ് പ്ലഗ് ഇരിക്കുന്നത്. പക്ഷേ അത് അഴിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പ്ലഗ് ഫുള്ള് നല്ല ടൈറ്റായി കിടക്കാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്ലഗ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ പ്ലഗ് അഴിക്കാൻ നോക്കുന്നില്ല. എന്താ പറഞ്ഞാൽ പ്ലഗ് എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് ഫുള്ള് എഞ്ചിൻ പുറത്തിറക്കിയിട്ട് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ. ഇനി വല്ല സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ നമുക്കത് അഴിക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അഴിക്കാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. ഇപ്പോൾ തൽക്കാലം നമ്മൾ പ്ലഗ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പ്ലഗ് അതേപോലെ തന്നെ എല്ലായിടത്തുമാണ്. അതേപോലെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി ഒന്ന് മാറ്റി റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഒരു പൊട്ടൽ സൗണ്ട് പറഞ്ഞു. നമുക്ക് ഈ ഒരു യൂണിറ്റ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ ബാക്ക് വീല് നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ബാക്കിൽ ബ്രേക്സും മാറ്റണം. ബാക്കിൽ ബ്രേക്സ് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ആണ് കേട്ടോ. ഫുള്ളായിട്ട് കയറിയിട്ടായിരിക്കണം കേട്ടോ. ഫുള്ളായിട്ട് കയറിയിട്ടായിരിക്കുന്നത്. നിലവിൽ ഇങ്ങനെ നോക്കുമ്പോൾ ബ്രേക്കിൻ്റെ കേബിൾ നിലവിൽ വേറെ കുഴപ്പം കാണിക്കുന്നില്ല. നോക്കട്ടെ, സെറ്റ് ചെയ്തിട്ട് ബ്രേക്കിൻ്റെ കേബിൾ എങ്ങാനും ടൈറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും കൂടി മാറ്റി കളയേണ്ടി വരും കേട്ടോ. ഞാൻ നോക്കട്ടെ, അത് റീസെറ്റ് ആക്കാൻ പറ്റിയെങ്കിൽ അതിന് ചെയ്യാം. അല്ലെങ്കിൽ കേബിൾ മാറ്റേണ്ടതാണെങ്കിൽ അതുകൂടി മാറ്റേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൽ ബ്രേക്കിൻ്റെ കേബിൾ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മാറ്റുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.